വർമ്മസാറിന്റെ മുഖത്ത് നോക്കി നുണ പറയുന്നതാ. താനല്ലേ എന്നോട് പറഞ്ഞത് ദീപക്കാണ് പണം വാങ്ങി ഒപ്പ് തന്നെന്ന്? എന്താ രാജു ഇത്? എന്റെ മകനാണ് ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ നിനക്കെന്തോ നിർബന്ധമുള്ളത് പോലെ തോന്നുന്നു. അമ്മ പറഞ്ഞത് അമ്മാവ സത്യം. കിട്ടിയ അവസരം മുതലാക്കി ഇവൻ എന്നെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുവോ? എന്റെ മകൻ വിവാഹം കഴിക്കേണ്ടിയിരുന്ന അവന്റെ മുറപ്പെണ്ണിനെ നീ വിവാഹ പന്തലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ടും അവന് നിന്നോട് വാശിയോ വെറുപ്പോ ഒന്നുമില്ല. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ച് ഉള്ളിലെ വിഷമം ഒതുക്കി ജീവിക്കുന്ന അവനെ എന്തിനാ രാജു നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ചേച്ചി മതി, എനിക്കെല്ലാം മനസ്സിലായി. ഡോ സി പി, പുറത്ത് മീഡിയക്കാരുണ്ടോ? ഉണ്ട് സാർ. ദീപക്, നീ ഇവരെയും കൊണ്ട് പുറത്തേക്ക് വാ. നടക്കടാ. സർ, രാജിവെക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ സർ? രാജി CM ആവശ്യപ്പെട്ടതാണെന്നും വർമ്മ സാറ് എടുത്ത തീരുമാനമാണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഏതാണ് സർ വാസ്തവം? എതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന് മുന്നിൽ ഇനിയും മൗനം പാലിക്കുന്നത് എന്തിനാണ് സർ? സർ, ഉത്തരം പറയൂ സർ. ഉത്തരം പറയൂ സർ. പറയാം. ശരിയാണ്, എനിക്കെതിരെ ഉണ്ടായ ഒരു ഗുരുതരമായ ആരോപണത്തിന് മുന്നിൽ ഇതുവരെ ഞാൻ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണ് ഞാനെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തെളിവുകൾ എനിക്കെതിരായിരുന്നു. അല്പസമയം മുമ്പ് വരെ നിങ്ങൾ മീഡിയ എങ്ങനെ ഒഴിവാക്കി ഈ വീടിന്റെ ഗേറ്റ് കടന്നു പോകും എന്നതായിരുന്നു എന്റെ ചിന്ത. പക്ഷേ വിജയമെന്നും സത്യത്തിനൊപ്പമാണെന്ന് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞു. ഇത് നിങ്ങൾക്കുള്ള എക്സ്ക്ലൂസീവാണ്. ഇയാളാണ് പ്രമുഖ വ്യവസായി MA ഹരികുമാർ. ഇയാളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൈക്കൂലി വാങ്ങി നടത്തിപ്പകവാശം നൽകി എന്നതാണ് എനിക്കെതിരെയുള്ള ആക്ഷേപം. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പണത്തിനു വേണ്ടി എന്റെ സിഗ്നേച്ചർ മിസ്യൂസ് ചെയ്തത് ഈ അടുത്ത കാലത്തായി എന്റെ അക്കൗണ്ടന്റായി ജോലി കയറിയ ആളാണ്. ഇയാള് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. CP, എത്രയും വേഗം ഇയാളെ സ്റ്റേഷനെത്തിക്കും. ഇങ്ങനെ ഒരു ചതിയുടെ പിന്നിൽ പ്രതിപക്ഷമാണെന്ന് കരുതുന്നുണ്ടോ സർ? പിന്നിൽ ആരാണെങ്കിലും അവരുടെ ഉദ്ദേശം നടക്കാത്തതിൽ അവർ ഖേദിക്കുന്നുണ്ടാവും. പേര് പുറത്തു വരാത്തതിൽ സന്തോഷിക്കുന്നുണ്ടാവും. അന്വേഷണം ഉണ്ടാവട്ടെ, കൂടുതൽ ചുരുളഴിഞ്ഞ് സത്യങ്ങൾ പുറത്തു വരട്ടെ. രാജിയുടെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് CM ആയിട്ടുള്ള മീറ്റിംഗിന് എത്തേണ്ടതുണ്ട്. സോ താങ്ക് യു. മതി മതി, എല്ലാവരും മാറി. രാജു, മാറി നിൽക്കേ. ദീപക്കിനോട് ഒന്ന് സംസാരിക്കാനുണ്ട്. എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ടെങ്കിലോ? പറയാനുള്ളത് എനിക്കല്ല, പിന്നെ അത് വേണ്ട. എന്തിനാ തല്ലിയേ? നീ എന്റെ അച്ഛനോട് ചെയ്ത ഫ്രോഡ് പരിപാടിക്ക് നിന്നെ തല്ലല്ല, അടിച്ച് നിന്റെ കൈ ഒടിക്കാ വേണ്ടത്. ഏയ്, മിണ്ടി പോകരുത് നീ. ഞാനും രാജു ഇവിടെ ഇല്ലാന്നോർത്ത് എന്ത് തോന്നിയാസവും ചെയ്യാന്ന് നീ കരുതുന്നെങ്കി അത് നിർത്തിക്കോ. നിനക്ക് ക്യാഷ് വേണമെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിക്ക്. അല്ലാതെ എന്റെ അച്ഛന്റെ ഒപ്പ് വിറ്റ് കാശുണ്ടാക്കാൻ നോക്കിയത് എന്ത് നാണംകെട്ട പണിയടാ. അവളൊരു പുണ്യാളത്തി. അമ്മാവന്റെ ഒപ്പ് ഒരിക്കലും കള്ളയൊപ്പിട്ട് പിടിക്കപ്പെട്ടവളല്ലേ നീ? അച്ഛന്റെ ഒപ്പ് ഞാൻ ഇട്ടതേ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാ. ഞാനങ്ങനെ ചെയ്തതിന്റെ ഫലമായി ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും എന്റെ അച്ഛന് കിട്ടി. നീ കാണിച്ചു വച്ചത് കാരണം അച്ഛന് രാജിവെക്കേണ്ടി വന്നേനെ. ഇനി അങ്ങനെ വല്ലതും ചെയ്യാൻ തോന്നുമ്പോ നിനക്ക് ഞാൻ തന്ന അടി ഓർത്തോണം. ഇന്ന് ഞാനത് ആരും കാണാതെ രഹസ്യമായിട്ട് തന്നതാ.
നാളെ നിനക്ക് 4 ആളുടെ മുന്നിൽ പബ്ലിക്കായിട്ട് അടി വേണ്ടെങ്കിൽ അച്ഛൻ ഉപദ്രവം ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ നടപടികളും അവസാനിപ്പിച്ചേക്കണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ ഒരു പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടത്? എന്താ മോനെ, എന്തെങ്കിലും താഴെ വീണോ? ഏയ്, ഒന്നും താഴെ വീണതല്ല മാഡം. ഋതിക മാഡം ദീപക് സാറിനെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല രാജു. അമ്മായി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അതൊരു താക്കീതായിട്ടോ ഭീഷണിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും അമ്മായിക്ക് എടുക്കാം. ഇനി മേലാൽ അമ്മായിയുടെ ഈ മകൻ എന്റെ അച്ഛന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യരുത്. ചെയ്താൽ അമ്മയോട് ആലോചിക്കാതെ ക്യാഷിന് വേണ്ടി എടുത്തു ചാടിയതിനുള്ളതേ കിട്ടിയോ? അവളുടെ സ്ഥാനത്തെ ഞാനായിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ. സാരമില്ല, പോട്ടെ. ദേ, ഇനി ഋതിക തല്ലിയതിന്റെ വാശിക്ക് ഒന്നും ഒപ്പിച്ച് വയ്ക്കരുത് നീ. അവൾക്കുള്ളതേ അമ്മ കൊടുത്തോളാം. എടി, നീ എന്തെടുക്കുക? നേരെ വൈകണമെന്ന് എന്താ നിനക്കത്ര താമസം? വന്ന മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ധൃതി കൂട്ടുന്നേ? എടി, സമയം എത്രയെന്നറിയാമോ? നേരത്തിനും കാലത്തിനും എത്തണ്ടേ? നമ്മൾ താമസിച്ച് കയറി ചെന്നാൽ യാമിനി മാഡം എന്ത് വിചാരിക്കും? കൊട എടുത്തോ നീ? അയ്യോ, ഞാൻ മറന്നു. പ്രിയേ, എന്റെ കൊടയും എടുത്തേ. നീ മറക്കും, പൗഡറാനും പൊട്ടുകുത്താനൊന്നും നീ മറന്നില്ലല്ലോ. പ്രിയേ, എന്റെ കൊടയും കൂടെ. എന്തോ ഒരു ചൂട്. എന്താ ചൂട്? ഒരു കൊടയെ കണ്ടോളൂ, തൽക്കാലം ഒന്ന് മതി. ഈ ചൂടൊന്നും അമ്മയ്ക്കൊച്ചിനെ ഏക്കില്ല. അപാര തൊലിക്കട്ടിയാണല്ലോ രണ്ടുപേർക്കും. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? എത്ര തവണ നമ്മൾ അവരുടെ വീട്ടില് ഫംഗ്ഷന് പോയിട്ടുണ്ടോ അന്നൊക്കെ അവര് നമ്മളെ കണക്കിന് അപമാനിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും അംബിക മാഡത്തിന്റെ വാക്കും കേട്ട് ആ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങിയ നിങ്ങളെ സമ്മതിക്കണം. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. പിണക്കൊക്കെ മാറി വർമ്മ സാറ് യാമിനി മാഡത്തിനെയും അംബിക മാഡത്തിനെയും നേരിട്ട് പറഞ്ഞയച്ച് ക്ഷണിച്ചതാ. നീ നോക്കിക്കോ, ഇനി പഴയതുപോലെ ഒന്നും ഉണ്ടാവില്ല. അതെ, നമുക്ക് കാണാം. ഒരു വഴിക്ക് പോകാൻ തുടങ്ങുമ്പോഴെങ്കിലും ഇങ്ങനെ മനസ്സുമെടുക്കുന്ന കാര്യങ്ങൾ പറയില്ലേടി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ചെന്ന് ആഘോഷിക്കും. രാധമ്മേ, നമുക്ക് ഇറങ്ങാം. ആഹാ, മോളെ വരുന്നുണ്ടോ? പിന്നെ അംബിക മാഡം പ്രത്യേകം ക്ഷണിച്ചതാ. അപ്പൊ പിന്നെ ഞാൻ വരണ്ടേ? വരണം വരണം, ഞങ്ങൾക്കും ഒരു കൂട്ടായല്ലോ. വായേട്ടാ. ഞാൻ വരാതിരിക്കുന്നത് എങ്ങനെയാ രാധമ്മേ? അവള് ആ ഋതിക ആഘോഷത്തിന് വരുന്ന അതിഥികളുടെ മുന്നിൽ നിന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകുന്ന കാഴ്ച നേരിൽ കണ്ട് ആസ്വദിക്കാനുള്ളതല്ലേ എനിക്ക്. അവര് വന്നു. വാ ചേച്ചി, നമസ്കാരം. രാധേ, ആ ഗിഫ്റ്റ് അങ്ങോട്ട്. അയ്യോ, ഞങ്ങളുടെ വക ചെറിയ വിവാഹ വാർഷിക സമ്മാനം. ഇതൊക്കെ എന്തിനാ? ആഹാ, രാജുവിന്റെ അച്ഛനും അമ്മയൊക്കെ എത്തിയോ? ആ രമ്യ, അല്ല പ്രിയയും ശ്രീലക്ഷ്മിയും ഒന്നും വന്നില്ലേ? ഇല്ല, അവർക്ക് വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓ, അവർക്ക് എന്ത് തിരക്ക്? അവരെയും കൂടെ കൂട്ടായിരുന്നു. പിന്നെ ഒരിക്കലാവാം അംബിക മാഡം. അല്ല, വർമ്മ സാർ എവിടെ? ചേട്ടൻ ഇവിടെ ഉണ്ട്.
ടിവിയിൽ ന്യൂസ് കണ്ടപ്പോഴാ എനിക്ക് സമാധാനായത്. എന്തായാലും വർമ്മ സാറിന് രാജിവെക്കേണ്ടി വന്നില്ലല്ലോ. കുറച്ച് മണിക്കൂർ നേരത്തേക്ക് നമ്മളെല്ലാം ശ്വാസം മുട്ടിക്കുകയായിരുന്നു മീഡിയക്കാര്. അത് പിന്നെ അങ്ങനെയല്ലേ, ആ നിസ്സാര വാർത്തയല്ലല്ലോ അവർക്ക് കിട്ടിയത്. ആ വർമ്മ സാറിനെതിരെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. വർമ്മ സാറിനോട് ശത്രുതയുള്ള ആരോ പിന്നിൽ നിന്ന് നന്നായിട്ട് ചരട് വലിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വർമ്മ സാറിനോട് രാജി ആവശ്യപ്പെട്ടു എന്ന് ടിവിയിൽ ന്യൂസ് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് വിഷമായി. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാനും ചേട്ടനും എത്ര ക്ഷേത്രങ്ങളിലാണ് നേർച്ച നടത്തിയെന്നറിയോ? അല്ല ശേഖരൻ സാറ്, ഇവരൊക്കെ ആരാ? ഇവരെ തനിക്ക് പരിചയമില്ലല്ലേ? ഇല്ല. ഇതാണ് രാജുവിന്റെ അച്ഛനും അമ്മയും. നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേരിലുണ്ടായ അപവാദങ്ങളും അതിന് പിന്നാലെ കൊടുങ്കാറ്റ് പോലെ വന്ന വിവാദങ്ങളും ഒക്കെ ഒരൊറ്റ ഫുൾ സ്റ്റോപ്പിൽ നിർത്തിയതിന്റെ ഫുൾ ക്രെഡിറ്റും രാജുവിന്. ഓ, ഇവരെ ചേച്ചി ക്ഷണിച്ചതാണല്ലേ? അതെ. ഹലോ, ആ പറയ്. വർമ്മ സാറ് ദേഷ്യത്തിലാവുമല്ലേ? നിങ്ങളോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. ചേട്ടൻ അന്ന് നടന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിലേ ഇത്ര അപ്സെറ്റ് ആയിരിക്കുക. നിങ്ങൾ വാ വാ. ആ, വാ. രമി, നീങ്ങി വന്നേ. രമി, എല്ലാം ഓക്കെ അല്ലേ? നമ്മുടെ പ്ലാൻ പോലെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ? നടക്കൂന്നേ. എന്റെ കണക്കൂട്ടിൽ അങ്ങനെ തെറ്റില്ല. അംബികമ്മയുടെ അവർ ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്തു? ഇല്ല. അല്ല, എന്തൊക്കെ ആഘോഷ പരിപാടികൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നേ? ആദ്യം കേക്ക് കട്ട് ചെയ്യും, അതിനുശേഷം സദ്യ, പിന്നെ വൈകിട്ട് കുറച്ച് പ്രോഗ്രാംസ്. അംബികമ്മയുടെ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് കാര്യം പറ. കേക്ക് കട്ടിങ്ങിന് തന്നെയാ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹലോ, ഞാനേ അംബിക വർമ്മയാ സംസാരിക്കുന്നത്. ഇത് കണ്ട ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയില്ല. അല്ല, ഈ നെക്ലേസ് തന്നെ വേണമെന്ന് എന്തിനാ ചിന്തിക്കുന്നത്? സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കഴുത്തിലിടാം. അത് മതി. ഋതുമോളെ, റെഡി ആയില്ലേ? ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല, നീ എന്താ നെക്ലസ് ഇടാതെ കൈ പിടിച്ചിരിക്കുന്നേ? അതല്ല അമ്മായി, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഇട്ടാ പോരെന്ന് ഓർത്തിട്ടാ. ഏയ്, അതൊന്നും പറ്റില്ല. ഈ സാരിയുടെ കൂടെ ഈ നെക്ലേസ് ഇട്ടാലുണ്ടല്ലോ, ഫംഗ്ഷന് വന്നിരിക്കുന്നവരുടെയൊക്കെ കണ്ണ് ഋതുമോളുടെ കഴുത്തിലായിരിക്കും. ഒരുപാട് ഗസ്റ്റുകൾ വരുന്നതല്ലേ, അവരുടെയൊക്കെ മുന്നില് ഋതുമോള് ഈ വില കുറഞ്ഞ ഓർണമെന്റ്സ് അണിഞ്ഞാലേ പ്രതാപന്റെ സ്റ്റാറ്റസിന് അതൊരു കുറച്ചിലാവില്ലേ? ഞാനിത് അണിഞ്ഞെന്ന് വെച്ച് അച്ഛന്റെ സ്റ്റാറ്റസിന് എന്ത് കുറവ് വരാനാ അമ്മായി? എന്നോടാർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഞാനിപ്പോ ഒരു സാധാരണക്കാരന്റെ ഭാര്യയല്ലേ. അംബികേച്ചി, പ്രതാപ ചേച്ചി, ഇവള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനും എന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റുന്ന വേഷവും ഓർണമെന്റ്സും അണിഞ്ഞ് ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവള് വന്നാ മതി. അല്ല പ്രതാപ, ഞാൻ ചേച്ചിയുടെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവും. ഇവളും അത് മനസ്സിലാക്കേണ്ടതല്ലേ? അഹങ്കാരം ഇവൾക്ക്. എന്തൊക്കെ തോന്നിയ ദിവസം കാട്ടിയാലും സ്നേഹിക്കാനും ലാളിക്കാനും ചേച്ചിയും യാമിനിയും ശേഖരനെ കൊണ്ടല്ലോ. നിങ്ങളൊക്കെ പറഞ്ഞാൽ ഇവളുടെ കാര്യത്തിൽ ഞാനെല്ലാം സമ്മതിച്ചിരുന്നൊരു തോന്നൽ, അതിന്റെയൊക്കെ അഹങ്കാരോ?
പ്രതാപ മതി. നല്ലൊരു ദിവസമായിട്ട് നീ ഋതുമോളോട് ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എങ്ങനെ ചേച്ചി ഞാൻ ദേഷ്യപ്പെടാതിരിക്കുന്നേ? ഇവൾ എന്നോട് പകപോക്കുക. രാജുവുമായിട്ടുള്ള ഇവളുടെ വിവാഹം ഞാൻ അംഗീകരിക്കാത്തതുകൊണ്ട് അതിന്റെ പ്രതികാരം നടത്തിയവൾ. ഇവൾക്ക് അർഹതപ്പെട്ട ഓർണമെന്റ്സ് പോലും ഞാൻ ഇവൾക്ക് നൽകിയില്ലെന്ന് ഫംഗ്ഷന് വന്നവരെ ബോധിപ്പിക്കാനുള്ള ഇവളുടെ അടവായത്. സിമ്പിളായ ഓർണമെന്റ്സ് ധരിക്കു പോലും. ഞാൻ പറഞ്ഞതുപോലെ എന്റെ സ്റ്റാറ്റസിന് ചേരുന്ന ഓർണമെന്റ്സ് അണിയാമെങ്കിൽ മാത്രം ഇവള് ഫംഗ്ഷന് വന്നാ മതി. ഋതുമോളെ, പ്രതാപം പറഞ്ഞത് നീ കേട്ടില്ലേ? മോളെ, ഞാൻ പറഞ്ഞ നെക്ലേസ് എടുത്ത് കഴുത്തിലിട്. എന്തിനാ വെറുതെ പ്രതാപനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? എന്റെ സ്റ്റാറ്റസിന് ചേരുന്ന ഓർണമെന്റ്സ് അണിയാമെങ്കിൽ മാത്രം ഇവള് ഫംഗ്ഷന് വന്നാ മതി. ഹലോ സുശീല. ഊഫ്, എന്റെ പൊന്നു സുശീല, ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. സാധനം വിറ്റ് കാശൊന്ന് കൈ കിട്ടിക്കോട്ടെ. നീ ഒന്ന് സമാധാനപ്പെട്. മോശം. സാറേ, എന്താ സാറേ പ്രശ്നം? നീ അല്ലടാ ജയൻ. അത് എന്താ? എവിടെയാടാ നീ മോഷ്ടിച്ച സ്വർണം? സ്വർണ്ണോ? ഏത് സ്വർണം? പരിശോധിക്കണോ? എന്റെ പൊന്നു സാറേ, എന്റെ സ്വർണ്ണമൊന്നുമില്ല. വേറെ ചെയ്യാനാ? ഇതെന്താടാ സാറേ? അതിന്റെ ഭാര്യയുടെ സാറേ. അതല്ലേ സാറേ, അതിന്റെ ഭാര്യയുടെ. എന്നിട്ട് വർമ്മ സാറ് നിന്നോട് സംസാരിച്ച മോനെ? ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ സംസാരിച്ചിരുന്നു വെച്ചാ. എന്നാലും പഴയതുപോലെ അത്ര അടുപ്പത്തിൽ സംസാരിച്ചില്ല. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് നിന്നോട് വിരോധമില്ലാതെ 2 വാക്ക് വർമ്മസാറ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കുറച്ചു നാളുകൂടി കഴിഞ്ഞ വർമ്മസാറിന് നിന്നോടുള്ള എല്ലാ ദേഷ്യവും മാറും. ശരിയമ്മ. ആ, ഹൃദയമോള് വരുന്നുണ്ടല്ലോ. മോളെ, ഋതുമോളെ, ഒന്നിങ്ങി വന്നേ. ഇപ്പൊ വരാവേ. വാ. ഋതുമോൾക്ക് ശാലുവിനെ പരിചയമുണ്ടോ? ഇല്ല. അമ്മായി പരിചയപ്പെടുത്തി തരാം. വാ. അല്ല ഋതുമോളെ, മോളുടെ നെക്ലസ് മറിഞ്ഞു കിടക്കുവാണല്ലോ. ഇത്രയും നല്ല നെക്ലേസ് ആണോ ഋതിക മോൾ ഇങ്ങനെ മറച്ചിട്ടിരിക്കുന്നത്? ഓ, ആൾക്കാരുടെ കണ്ണു കിട്ടാതിരിക്കാനാവും നെക്ലസ് മറച്ചിട്ടിരിക്കുന്നത് അല്ലേ മോളെ? ഏയ്, അതൊന്നുമല്ല. ഋതുമോൾ ആളിത്തിരി സിംപ്ലിസിറ്റി പാർട്ടിയാ അല്ലേ ഋതുമോളെ? ഇതിന് എത്ര രൂപയായി മോളെ? എനിക്കറിയില്ല. നല്ല ഡിസൈനാ. അമ്മായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. രാധമ്മേ, പ്രിയ ചേച്ചി ശ്രീയും വന്നില്ലല്ലോ. ഇല്ല മോളെ, അതോർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട. രണ്ടാൾക്കും മോളോട് ദേഷ്യല്ലേ? ദേഷ്യമൊക്കെ മാറിയിട്ട് സാവകാശം അവരിങ്ങോട്ട് വരട്ടെ. അല്ല പിന്നെ. ഋതു, രാജു, വാ. കേക്ക് കിട്ടിയ സമയായി. നിങ്ങളും വാ. മോള് ചെല്ല്. വാ, ചെല്ലടാ. വരൂ. നിങ്ങളും വന്നേക്കെ. വാ, നടക്ക്.
ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ? അതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ചാടിക്കയറി വരുന്നത് ശരിയാണോ? ഇത് രാജുവിന്റെ അളിയനല്ലേ? ഇങ്ങോട്ടും വാടോ സാർ. സർ, എന്താ പ്രശ്നം? അങ്ങോട്ട് മാറിക്കടോ. ക്ഷമിക്കണം സാർ, ഫംഗ്ഷൻ നടക്കുകയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ വളരെ ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് കേസ് പോലും ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടേക്ക് വന്നത്.